ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗുരുവായൂർ അമ്പല നടയിൽ നിന്നും പറഞ്ഞിട്ട് ഒരു മൂവി റിലീസ് ആവാൻ ഇരിപ്പുണ്ട്. നമ്മുടെ കുറെ കാസ്റ്റ് ഉണ്ട് അതിനകത്തല്ലേ. അതായത് നമ്മൾ ഇതിന്റെ പോസ്റ്റർ ഭയങ്കര ഒരു അട്രാക്റ്റീവ് പോസ്റ്റർ ആയിരുന്നു. മറ്റേ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിനെ കുറച്ച് നാടകം അവിടെ കല്യാണം നടക്കുന്നതിന്റെ ഒരു സിനാരിയോ ആണ് കാണിക്കുന്നത്. പിന്നെ എനിക്ക് ടൈറ്റിൽ വായിച്ചത് ഒരു ഫീൽ ഗുഡ് മൂവിന്റെ ഒരു ഫാമിലി എന്റർടൈൻമെന്റ് കൈൻഡ് ഓഫ് മൂവി. കാരണം അത്രയും വലിയ കാസ്റ്റും ഉണ്ട്. അതിനെ പറ്റി കുറച്ച് ആൾക്കാരും ഉണ്ട്. നമ്മുടെ ഇതിനകത്ത് പൃഥ്വിരാജ് ഉണ്ട്, ബേസിൽ ജോസഫ് ഉണ്ട്, പിന്നെ അനശ്വര ഉണ്ട്, പിന്നെ അതിനകത്ത് നിഖില, വിമൽ ഉണ്ട്, യോഗി ബാബു ഉണ്ട്. അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പം ഇതിന്റെ ടീസർ വന്നും നമ്മളത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പിന്നെ കുറെ സംഭവങ്ങൾ മിസ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഇത് എനിക്കൊന്ന് 16th May ആണ് മൂവി റിലീസ് ആണ്. അപ്പോൾ സമയം ഒട്ടും തന്നെ ഇല്ല, നമുക്കത് പെട്ടെന്ന് റിയാക്ട് ചെയ്യാം. سيدي أنا سأتزوج. أوه جيد جدا، أتمنى لك كل السعادة. في كيرلا. أين في كيرلا؟ معبد غوريوايور. سيكون الاحتفال هناك. أيوة غوريوايور أمبلا നടയിൽ. وين؟ ഗുരുവായൂർ അമ്പല നടയിൽ. കറക്റ്റ് സർ. നിന്റെ ചേട്ടനുണ്ടല്ലോ കുറച്ച് ഓവറാ. കുറച്ചല്ല, കുറച്ചധികം. സ്നേഹിക്കാൻ മാത്രം അറിയുന്നൊരു പാവം സാധു ചെക്കനെയാ എന്റെ അഞ്ജലി കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഏട്ടനെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം. ആനന്ദൻ ഒരാളെ ഇങ്ങനെ സ്നേഹിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഇനി നിന്റെ മുന്നിൽ മനോഹരമായ ജീവിതമായിരിക്കും. തലയ്ക്ക് വല്ലതും പറ്റിയോ? പുറമേ പരിക്കൊന്നും കാണുന്നില്ല. നിന്നെ വേദനിപ്പിച്ചിട്ട് പോയ എല്ലാവരും അനുഭവിക്കണം. ഞാൻ ജോർജ്, MBBS MD in psychiatry. I am മായൻകുട്ടി വി. ഹലോ. മലയ്ക്ക് പോവാ മാലിട്ടിട്ട് കള്ളം പറഞ്ഞ മലയ്ക്ക് പോകുമ്പോ പുലി പിടിക്കും. പിന്നെ എന്തെങ്കിലും പുലി പിടിക്കും. രാത്രിയിൽ നീ എനിക്കൊരു കെട്ടൻ, ഞാൻ നിനക്കൊരു കൂട്ടൻ. അഴിക്കരുതിന്റെ ബട്ടൻ. അമ്മേ, അഞ്ജലി, അച്ഛ, എനിക്ക് ഈ കല്യാണം കഴിക്കാൻ പറ്റില്ല. പേടിക്കാനൊന്നുമില്ല, ഇതൊരു സൈക്കാട്രിക് പ്രശ്നം ആനന്ദം പറഞ്ഞത്. നമ്മൾ മാത്രമല്ല കല്യാണം മുടക്കാനുള്ളത്, തമിഴരും തെലുങ്കനും എല്ലാവരും ഉണ്ട്. എന്ത് വന്നാലും ഈ കല്യാണം ഞാൻ നടത്തും. നിന്നെ എനിക്ക് വേണം. അറിയാലോ, ഗുരുവായൂർ വെച്ചാണ് എന്റെ പെങ്ങടെ കല്യാണം. നിങ്ങൾ എല്ലാവരും വരണം. കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലേ. അപ്പം ഇതൊരു നമ്മുടെ ഒരു ഫാമിലി ഫൺ എന്റർടൈൻമെന്റ് കൈൻഡ് ഓഫ് മൂവി. അതായത് നമ്മള് പൃഥ്വിരാജിനെ ആടുജീവിതത്തിൽ ഭയങ്കര ശോകമായി കണ്ടതിന് ശേഷം ഒരു എന്താ വീണ്ടും ഒരു ഫൺ ലവിങ് ക്യാരക്ടറിലേക്ക് തിരിച്ചു വരികയാണ്. ആൻഡ് ഇതിന് തോന്നുന്നു എനിക്കൊന്ന് ബേസിൽ തന്നെയാണ് ആക്ടർ. ആൻഡ് എനിക്കൊന്ന് കംപ്ലീറ്റ്ലി ഈസ് ഗോയിങ് ടു സ്കോർ ഇൻ ദിസ് പർട്ടിക്കുലർ മൂവി എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. ആൻഡ് പുള്ളിക്കാരൻ്റെ കല്യാണമാണ്. പുള്ളിക്കാരൻ ദുബായിൽ അബ്രോഡ് എങ്ങാണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നാട്ടിലേക്ക് വരുന്നു. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് പൃഥ്വിരാജ് ചേട്ടനായിരിക്കും, അങ്ങനെ ചേട്ടൻ. പിന്നെയാണ് മനസ്സിലായത് അളിയന്മാരാണ് എന്നുള്ള രീതിയിൽ. എനിക്ക് പൃഥ്വിരാജിന്റെ ക്യാരക്ടറിൽ ഒരു കുറച്ച് സംശയം ഉണ്ടായിരുന്നു. അതായത് എന്തോ പ്രശ്നമുള്ളതുപോലെ ഭയങ്കര സ്നേഹം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ പുറമേ നിന്നും തോന്നുന്നില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ആൾക്കാരോട് ഇങ്ങനെ സ്നേഹം ഇത്രയും ഓവർ കെയർ ഒക്കെ പോലെ കാണിക്കുന്നത്. ആൻഡ് ഇവരുടെ പേര് എനിക്ക് ഇഷ്ടപ്പെട്ടത് മറ്റേ നമ്മുടെ നിഖില ആൻഡ് നിഖില വിമൽ ആൻഡ് പൃഥ്വിരാജിന്റെ ഒരു പേര് ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു യെസ്, അത് നല്ല രസമുണ്ടാകും ഒരു കോംബോ കാണാനായിട്ട്. എന്തായാലും കാത്തിരിക്കണം. ലാസ്റ്റ് പറയുന്നുണ്ട് എന്റെ അനിയത്തിയുടെ കല്യാണം. എന്റെ അനിയത്തിയുടെ കല്യാണമാണ് എല്ലാവരും വരണം. അപ്പം എന്താണ് ഇതിന്റെ കുറെ കാര്യങ്ങൾ ഇനിയും അറിയാൻ കിടപ്പുണ്ട്. നമുക്ക് ഇനി മൂവി കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ. മൂവി ആഴ്ച റിലീസ് ആവാണ്. അപ്പം ഇതായിരുന്നു നമ്മുടെ റിയാക്ഷൻ ടു ദിസ് മൂവി കോൾഡ് ഗുരുവായൂർ അമ്പല നടയിൽ.